നോമ്പ് തുടങ്ങിയതേ വിചാരിക്കുന്നുണ്ട് നമ്മൾ ക്രീമി ബർഗർ ഒന്ന് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇന്നത് ഉണ്ടാക്കിയാലോ. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബർഗർ വാങ്ങിയിട്ടുണ്ട്. അതിന് ശേഷം ബോൺലെസ് പീസായ ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ ചില്ലി ഫ്ലെക്സ് ഇട്ടിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ച്, എന്നിട്ട് അത് ബട്ടറിൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് ചിക്കൻ വെന്തെന്ന് ഉറപ്പിച്ചതിന് ശേഷം ചെറുതായി അരിഞ്ഞ ഉള്ളിയാണ് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഉള്ളി ഇട്ടതിന് ശേഷം നന്നായി വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മിക്സ് ഫുള്ളായിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് സെൻറ്ററിലൊരു പോർഷൻ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടറും 2 സ്പൂൺ മൈദയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മൈദൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സെൻറ്റർ പോർഷനിലാണ് ഇതാക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് സെപ്പറേറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം. ഇത് ജസ്റ്റ് ഇതിൽ തന്നെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പാലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലൊഴിച്ചതിന് ശേഷം കുറച്ച് പാലാണ് ആദ്യം യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് കെട്ടാതെ രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ആ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ മസാലയും കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഒരു തിക്കായിട്ടുള്ള മസാല ആയതുകൊണ്ട് കുറച്ചും കൂടി പാലൊഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ തിക്നെസ് ഒന്ന് കുറക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും വറ്റൽ മുളകും അതായത് നമ്മൾ ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുറച്ചും കൂടി പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബർഗറിൻ്റെ ബണ്ണെടുത്ത് ഇതുപോലെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം മുകൾ ഭാഗം ഈ കാണുന്നത് പോലെ ജസ്റ്റ് ഒന്ന് പ്ലസ് ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബണ്ണ് കട്ടാവാതെ നോക്കണം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലാ ബന്നും നമ്മളിതുപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഫില്ലിങ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ ബണ്ണിലേക്ക് കുറച്ച് സോസ് ആഡാക്കി കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സോസ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫില്ലിങ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫില്ലിങ്സ് ഇട്ടതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം, പക്ഷെ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ്, കക്കിരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം